ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇപ്പോൾ ഇവിടെ പാരായണം നിർത്തിയിട്ട് നമ്മൾ ഇന്ന് രാവിലത്തെ രണ്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നു. രാവിലെ കേട്ടതിൻ്റെ ബാക്കിയാണ് ശരിക്ക്. രാവിലെ 18ാമത്തെ അധ്യായം ആണ് പറഞ്ഞതെങ്കിൽ ഇനി 19ാമത്തെ അധ്യായം അഷ്ടമസ്കന്ധം നമ്മൾ എല്ലാ സത്സംഗങ്ങളിലും നമ്മളോടൊപ്പം പ്രഭാഷണമായിട്ടും പാരായണമായിട്ടും ഒക്കെ കൂടാറുള്ള മായ വിശ്വനാഥ് ബാംഗ്ലൂര് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗവതഹംസം മല്ലൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോടുകൂടി നടത്തുന്ന ഈ ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ 5ാം ദിവസത്തിലുള്ള രണ്ടാമത്തെ പ്രഭാഷണത്തിനായിട്ട് സാദരം ക്ഷണിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ 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 കൃഷ്ണ. തിരുമേനി നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. തിരുമേനി, ഞാൻ അധികം ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നിയത് പറയാ തിരുമേനി. ക്ഷമിക്കണം, തെറ്റാണെങ്കിൽ പൊറുക്കണം. ഓക്കെ, ഇത് അഷ്ടമ സ്കന്ധത്തെ 19ാമത്തെ അധ്യായം. അതായത് വാമനനും ബലിചക്രവർത്തിയാണ് ഇതില്. അപ്പൊ വാമനൻ ബലിചക്രവർത്തിയുടെ അടുത്ത് വന്നപ്പം ബലിചക്രവർത്തി വാമനനെ കുറെ വാഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അപ്പം ബലിചക്രവർത്തി എന്താ ചെയ്യണത്? ബലിചക്രവർത്തി അവിടെ അദ്ദേഹത്തിന്റെ അശ്വമേധയാഗം നടത്തുകയാണ് നർമ്മദാ നദിയുടെ തീരത്തില്. അതെന്തിനാണ്? ലോകം മുഴുവനും ജയിച്ചിട്ട് വന്നിട്ടുള്ള സെലിബ്രേഷൻ ആണ്. അപ്പൊ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വലിയ വലിയ വിക്ടറീസ് സെലിബ്രേറ്റ് ചെയ്യണതും നമ്മുടെ ഈഗോനെ സ്വല്പം വർദ്ധിപ്പിക്കുകയായിരിക്കും. അതുകൊണ്ടാണല്ലോ ബാക്കിയുള്ള കഥ നടന്നത്. അപ്പൊ പക്ഷെ ബലി മഹാരാജാവ് ധർമ്മിഷ്ഠനാണ്, ഭയങ്കര വിഷ്ണു ഭക്തനുമാണ്. വാമനൻ വന്നപ്പോൾ ഉപചാരിച്ചിരുത്തുന്നുമുണ്ട്. ഒരു ബ്രാഹ്മണ കുമാരൻ വന്നപ്പോൾ എന്തൊക്കെ ചെയ്ത് ഉപചരിച്ചിരുത്തണമോ അതൊക്കെ ചെയ്ത് ഉപചാരങ്ങളൊക്കെ ചെയ്ത് ഇരുത്തിയപ്പോൾ വാമന് ഭയങ്കര സന്തോഷമായി. അപ്പൊ വാമനൻ ബലിചക്രവർത്തിയുടെ ആചാരമര്യാദയും ചക്രവർത്തിയുടെ ആൻസിസ്റ്റേഴ്സിനെയൊക്കെ കുറെ പ്രശംസിക്കുന്നുണ്ട്. ഹിരണ്യാക്ഷൻ തൊട്ടിട്ട് ഹിരണ്യാക്ഷൻ വളരെ ധൈര്യശാലിയായിരുന്നു, വീരവാനായിരുന്നു. ഗദായുധവുമായിട്ട് വിഷ്ണു ഏറ്റവും വലിയ എതിരാളിയായിരുന്നു. അപ്പൊ അങ്ങനെ വിഷ്ണുവിനെ തെരഞ്ഞ് വൈകുണ്ഠത്തിലെത്തിയപ്പോ അവസാനം വിഷ്ണു വരാഹ അവതാരം എടുത്തിട്ട് ഭൂമിയെ ഉദ്ധരിക്കാൻ നോക്കിയപ്പോൾ അതിനെയൊക്കെ തടുത്തപ്പോ വിഷ്ണു വളരെ പ്രയാസപ്പെട്ടാണ് ഹിരണ്യാക്ഷനെ വധിച്ചത് എന്നാണ് ഭാഗവതം പറയണത്. അത് കഴിഞ്ഞ് ദേഷ്യം പൂണ്ടിട്ടാണ് ഹിരണ്യകശിപു, അതായത് ചേട്ടൻ, വിഷ്ണുവിനെ തെരഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് എത്തുന്നത്. അപ്പൊ വൈകുണ്ഠത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ വിഷ്ണുവിനെ കണ്ടില്ല. എന്തുകൊണ്ടാ കാണാത്തത്? വിഷ്ണു ഭഗവാൻ ഹിരണ്യകശിപു വരുന്നത് കണ്ടിരിക്കണു. അത് കണ്ടിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ വിചാരിച്ച് എവിടെയാ പോയി ഒളിക്കേണ്ടത്? എവിടെയാണെങ്കിലും ഇവൻ തെരഞ്ഞു കണ്ടുപിടിക്കും. അപ്പൊ എവിടെയാ ഞാൻ പോയി ഒളിക്കേണ്ടത്? അപ്പൊ ഭഗവാൻ വിചാരിച്ചു ഇവൻ പുറത്ത് മാത്രമേ നോക്കണുള്ളൂ, ഇവന് ബാഹ്യദൃഷ്ടിയാണ്, അവന് അന്തർദൃഷ്ടിയില്ല. അപ്പൊ അവന്റെ ഹൃദയത്തിൽ ചെന്ന് വിളിക്കാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ ശ്ലോകം ഓർമ്മ വന്നിട്ടുള്ളൂ. ലളിതാ സഹസ്രനാമത്തിലത്തെ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്നൊന്ന് ഒരു ശ്ലോകം വരും ലളിതാ സഹസ്രനാമത്തിൽ. അത് വളരെ ശരിയാണ് അല്ലെ? അപ്പൊ ഭഗവാൻ എപ്പോഴും അകത്താണ്, നമ്മൾ പുറത്തേക്കാണ് നോക്കണത്. അപ്പൊ അങ്ങനെ ഭഗവാൻ അവിടെ പോയി വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്നുള്ള രണ്ടാളുകളില്ലേ, അതിന്റെ ശരിക്കുള്ള അർത്ഥം നമ്മൾ അന്തരാർത്ഥമായിട്ട് നോക്കുകയാണെങ്കിൽ ഹിരണ്യകശിപു ചേട്ടനും ഹിരണ്യാക്ഷൻ അനിയനുമാണ്. അതേമാതിരി രാവണൻ ചേട്ടനും കുംഭകർണൻ അനിയനുമാണ് അല്ലെ? അപ്പൊ ഈ കഥകളിലൊക്കെ നമുക്ക് നോക്കിയാല് കുറച്ച് എന്താ പറയാ, ഈവിൾ കുറവ് എന്നുള്ളത് എപ്പോഴും അനിയനാണ് അല്ലെ? അതായത് കുംഭകർണൻ കുറച്ചും കൂടെ നല്ല മനുഷ്യനാണ് രാവണനെ സംബന്ധിച്ച്, രാവണനോട് കമ്പയർ ചെയ്യുമ്പോൾ. അതേമാതിരി ഹിരണ്യകശിപുവിനെ നോക്കുമ്പോൾ ഹിരണ്യാക്ഷൻ കുറച്ചും കൂടെ ഭേദമാണ് നമുക്ക് തോന്നാറുണ്ട് അല്ലെ? സോ അതിന്റെ അർത്ഥം എന്താത്രേ? അത് ശരിക്കും പറഞ്ഞാല് അഹമും മമയുമാണ്. അഹം ആണ് ചേട്ടൻ, മമ അനിയൻ. മമ എന്ന് പറഞ്ഞതാണ് എൻ്റെ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പോ എപ്പോഴും ഒരു മനുഷ്യനിൽ
അഹമും മമയും ഉണ്ടാവും. അതില് മമ എപ്പോഴും കുറച്ചും കൂടെ വീര്യം കുറഞ്ഞിരിക്കും. അതായത് എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ ഹസ്ബൻഡ്, ഇങ്ങനെ നോക്കുമ്പോൾ അതിനോടുള്ള ആ ആകർഷണം ഞാൻ എന്നുള്ളതിനേക്കാളും കുറഞ്ഞിരിക്കും അത്രേ. അതുകൊണ്ടാണ് ഈ യുദ്ധങ്ങളിലൊക്കെ നോക്കുമ്പോൾ ആദ്യം എപ്പോഴും ഈ അനിയനെയാ കൊല്ലണത്. അതായത് കുംഭകർണാണ് ആദ്യം വധിക്കപ്പെടുന്നത്. അതേമാതിരി ആ, ഇതിലും ഹിരണ്യാക്ഷനാണ് ആദ്യം വധിക്കപ്പെടുന്നത്. അതിന്റെ അർത്ഥം ആദ്യം മമ പോയി കഴിഞ്ഞിട്ടേ അഹം പോവാൻ ഇനിയും ബുദ്ധിമുട്ടത്രേ. അപ്പൊ അതുകൊണ്ടാണ് രണ്ടാമതായിട്ടാണ് എപ്പോഴും ഈ ചേട്ടന്മാര് കൊല്ലപ്പെടുന്നത്. അതൊരു ഒരു ചെറിയ പോയിന്റ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു നേടൂ. അപ്പൊ അങ്ങനെ വിഷ്ണുവിനെ അവിടെ കണ്ടില്ല ഹിരണ്യകശിപു. അപ്പൊ എന്ത് വിചാരിച്ചു? വിഷ്ണുവിന് അവിടെ കാണാനില്ല. അപ്പൊ പിന്നെ വേറെ സ്ഥലത്തൊക്കെ തെരഞ്ഞു, മറ്റു ഗ്രഹങ്ങളിലൊക്കെ തെരഞ്ഞു, പാതാളത്തിൽ എല്ലാ സ്ഥലത്തും പോയി തെരഞ്ഞു, എവിടെയും കണ്ടില്ല. എന്താ വെച്ചാൽ അകത്തേക്ക് നോക്കിയിട്ടില്ല. ആ അത് ശരി. തോന്നൽ ശരി തന്നെ. അപ്പോ തിരിച്ചു വരലുണ്ടാവില്ല, വിഷ്ണു പോയി നിങ്ങോട്ട് വിചാരിച്ചു. അതും ഒരു നിരീശ്വരവാദികളുടെ കോൺസെപ്റ്റ് ആണ് അല്ലെ, ഈ ബുദ്ധമതം അതൊക്കെ തന്നെയാ പറയണത്, മരിച്ചാൽ എല്ലാം കഴിഞ്ഞു. ആ പക്ഷെ സനാതന ധർമ്മത്തിൽ അങ്ങനെയല്ല. ആ, അതായത് ഭഗവത്ഗീതയിലും ഒക്കെ അങ്ങനെയല്ലേ പറയുന്നത്, നജായതേ മ്രിയതേ വാ കഥാചിത് എന്നൊക്കെയല്ലേ ഭഗവത്ഗീതയിലും പറയണത്. പക്ഷേ നമ്മളുടെ സനാതന ധർമ്മത്തിൽ എങ്ങനെയാ പറഞ്ഞ വെച്ചാല്, നമ്മളുടെ കർമ്മവാസന ഫലങ്ങൾ അനുസരിച്ച് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുമിപ്പിക്കാൻ വേണ്ടി നമ്മൾ തിരിച്ചു വന്നിരിക്കും. നമ്മളുടെ സൂക്ഷ്മ ശരീരം നമ്മളുടെ വാസനകളും നമ്മളുടെ കർമ്മങ്ങളെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് ബാക്കിയുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കുടുംബത്തിൽ ദാരിദ്ര്യമില്ലാതെ ഒരു ഭഗവത് വിചാരം തുടരാനുള്ള ചുറ്റുപാടിൽ നമ്മൾ ഇനിയും ജനിക്കും. അപ്പോൾ ഞാൻ നോക്കി വെച്ചത് ഈ കുലശേഖര ആൾവാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മുകുന്ദമാലയില് ഒരു ശ്ലോകം വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എങ്ങനെയാ വരിക? ഭഗവാനെ, എന്നെ ഇന്ന് തന്നെ അവിടുത്തെ പാദങ്ങളിലേക്ക് ചേർക്കണേ. എൻ്റെ അവസാന സമയത്ത് എൻ്റെ ശരീരം ക്ഷയിച്ചിട്ടുണ്ടാവും, എനിക്ക് കണ്ണ് കാണില്ല, വേദന കൊണ്ടിട്ട് ഒന്നും ഓർമ്മ വരില്ല, എൻ്റെ തൊണ്ട നിറയെ കഫവും ചളിയൊക്കെ ഉണ്ടാവും. ഈ സ്ഥിതിയിൽ ഞാൻ നിന്നെ എങ്ങനെയാണ് സ്മരിക്കുക? അതിനാൽ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ എന്നെ നിന്നിലേക്ക് ചേർക്കൂ കൃഷ്ണ എന്നൊരു ശ്ലോകം വരുന്നുണ്ട്. അതിൽ വളരെ ഭംഗിയുള്ള ഒരു ശ്ലോകമാണത്. സോ അതൊക്കെ മേ ബി നമുക്ക് ഭയങ്കര റെലവെന്റ് ആണ്. അപ്പൊ നമ്മള് അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യണത്? വാമനൻ എന്നിട്ട് എന്താ ചെയ്യണത്? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വാമനനോട് ചോദിക്കണു സോറി മഹാബലി, എന്താ നിനക്ക് വേണ്ടതെന്ന്. അപ്പൊ വാമനൻ പറയാണ്, എനിക്ക് 3 അടി മണ്ണ് തന്നാ മതിന്ന്. അപ്പൊ ഈ 3 അടി മണ്ണ് എന്തിനാ 3 അടി ചോദിച്ചത്? കുറെ ചോദിക്കാൻ നമ്മളെപ്പോഴും വിചാരിക്കും ഈ ബ്രാഹ്മണന്മാരും സന്യാസിമാർക്കും എന്ത് വേണമെങ്കിലും യാചിക്കാം, എത്ര വേണമെങ്കിലും യാചിക്കാം എന്നുള്ളതൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് വാമനൻ 3 അടി മണ്ണ് മാത്രം യാചിച്ചത്? അതും ഒരു ലെസൺ ഇൻ ഹ്യൂമിലിറ്റിയാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. അതായത് ആവശ്യത്തിനുള്ളത് മാത്രമേ നമുക്ക് അതിന്റെ മുകളിൽ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ, അധികാരമുള്ളൂ. ബാക്കിയുള്ള ആവശ്യത്തിന് അധികമുള്ളതൊക്കെ ഭഗവാന്റെ ധനാണ്. അപ്പൊ ആവശ്യത്തിലും അധികമുള്ള ധനത്തിൽ നമ്മൾ അവകാശമോ ആധിപത്യമോ ഒക്കെ വെക്കുകയാണെങ്കിൽ അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുക എന്നുള്ളൊരു വ്യംഗ്യവും ഇതിലുണ്ട്. പക്ഷെ ഇത് കേട്ടപ്പോ ബലി ചക്രവർത്തിക്ക് ഇത് ഭയങ്കര ബാലിശായിട്ട് തോന്നി. ഇയാള് വലിയ വലിയ കാര്യമൊക്കെ സംസാരിച്ചു, അവസാനം കാര്യം വന്നപ്പോ ഒന്നും ചോദിക്കാനും അറിയില്ല. അപ്പൊ പറയും, എന്നോട് യാചിച്ചതിന് ശേഷം അങ്ങേക്ക് വേറൊരാളുടെ അടുത്ത് ദാനം ചോദിക്കേണ്ട ഗതി വരാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ദാനത്തിന്റെ കോൺസെപ്റ്റ്. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വവും. പക്ഷെ ഭഗവാൻ അവിടെ വന്നിരിക്കുന്നത് ധനം പിടിച്ചു പറിക്കാനല്ല. ഭഗവാൻ അവിടെ വന്നിരിക്കുന്നത് ബലിയുടെ ഗർവത്തിനെ, ബലിയുടെ ഈഗോനെ മാറ്റിയിട്ട് ബലിയെ ഉയർത്താനാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബലിയെ ഉയർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു തരികയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ് വാമനാവതാരം ഇവിടെ. ദാറ്റ് നമ്മളൊരു മിനിമലിസ്റ്റ് ആയിട്ടാണ് അവിടെ വാമനൻ ചോദിച്ചത് അല്ലെ. ദർ ഇസ് ഇനഫ് ഫോർ എവ്രി വൺസ് നീഡ് ബട്ട് നോട്ട് ഫോർ എവ്രി വൺസ് ഗ്രീഡ് എന്ന് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. അപ്പൊ നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത്, മേ ബി നമ്മൾക്ക് ഐശ്വര്യം കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദിയുണ്ട്. പക്ഷേ അത് നമ്മളെ ഭഗവാൻ ഒരു മീഡിയം ആക്കി മാറ്റിയതല്ലേ. അത് നമ്മളുടെ ആവശ്യത്തിനും കഴിഞ്ഞുള്ള ധനം ഉണ്ടെങ്കിൽ അത് നമ്മളിലൂടെ അത് വേറെ എന്തോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഭഗവാൻ അയക്കുകയാണ് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതില് എന്താ പറയാ, അഹങ്കാരം വരാതെ അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയതിൽ ഉള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ള പാഠം എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഈ 3 അടി മണ്ണ് കൊണ്ട് തൃപ്തി വന്നില്ലെങ്കിൽ
വേറെ എന്ത് കിട്ടിയാലും തൃപ്തി വരില്ല. എത്ര കിട്ടിയാലും പോരാ, എത്ര കിട്ടിയാലും പോരാ എന്നൊരു ഒരു 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 ഫീലിംഗിലേക്ക് നമ്മൾ മാറും. അപ്പൊ അതുകൊണ്ടാണ് യഥാർത്ഥ സുഖം എന്താണ് നമുക്ക് അതായത് നമുക്ക് ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നത് എതിർച്ഛാലാഭ തുഷ്ടസ്യ എന്നാണ്. അതായത് എതിർച്ഛാലാഭ തുഷ്ടസ്യ എന്ന് പറഞ്ഞാൽ കിട്ടണത് കൊണ്ട് സന്തോഷിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മളൊക്കെ ഓരോ സ്പിരിച്വൽ ബീയിങ്സ് ആണ് അല്ലെ. അപ്പോ ഈ ഓരോ ജീവിയും സ്പിരിച്വൽ ബീയിങ് ആണ്. ആ ചൈതന്യത്തെ നമുക്ക് വളർത്തണമെങ്കിൽ ഈ എതിർച്ഛാലാഭ സന്തോഷം ഉണ്ടായാലേ നടക്കൂ എന്ന് ഭഗവത്ഗീതയും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വി വിൽ ബി ഓൾവേസ് ആഫ്റ്റർ അക്വയറിങ് മോർ, ലൈക്ക് കൂടുതൽ കൂടുതൽ കിട്ടാനുള്ള ആഗ്രഹങ്ങൾ നമുക്ക് കൂടി വരും. അതിനാൽ എനിക്ക് 3 അടി മണ്ണ് മതി എന്നാണ് വാമനൻ 3 അടി മണ്ണ് കേട്ടതിന്റെ വ്യംഗ്യം. അപ്പൊ അത് കേട്ടപ്പം ബലി ചക്രവർത്തി പിന്നെ അധികം നോക്കാതെ ശരി ഞാനത് തരാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം, അക്കാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ദാനം ചെയ്യുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചിങ്ങനെ കൊടുക്കൂത്രേ. അപ്പൊ അങ്ങനെ ജലപാത്രത്തിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് അങ്ങനെ എടുക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗുരുവായ ശുക്രാചാര്യർക്ക് കാര്യം പിടികിട്ടിയത്. ഇത് സാധാരണ ഒരു ബ്രാഹ്മണനൊന്നല്ല, ഇത് നമ്മുടെ വിഷ്ണു തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പറയും, ഈ ഹരി നിന്റെ എല്ലാ ഐശ്വര്യങ്ങളെയും ഇന്ദ്രന് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ഹരി എന്നുള്ള വാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഹരി എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നവൻ അല്ലെ. അപ്പൊ ഭഗവാൻ എന്താ ചെയ്യാ? ഭഗവാൻ ഭക്തന്റെ ദുരിതങ്ങളെയാണ് ഹരിക്കുക. ഭക്തനെ ഉയർത്താൻ ഭഗവാൻ എന്ത് ചെയ്യണം? കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്യാനുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ എന്താണ്? കുറച്ച് ക്ലീൻ ആക്കാനുണ്ട് അവിടെയൊക്കെ. അപ്പൊ നമ്മളൊക്കെയാണ് അവിടെ ആ സ്ഥലത്ത് മഹാബലി എന്ന് ആലോചിച്ചാൽ മതി അല്ലെ. അതായത് ഭൗതിക പ്രശസ്തി, സ്വത്ത്, വിദ്യാഭ്യാസം, സൗന്ദര്യം ഇതൊക്കെ ഒന്നൊന്നായി നീക്കം ചെയ്യണു. അപ്പോ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ 10ാമത്തെ ചാപ്റ്ററിലാണ്. യസ്യാഹം അനുഗൃഹാമി ഹരിസേതദ്ധനം ശനൈഹി. അതായത് അങ്ങനെ ഭഗവാൻ ഭൗതിക സുഖങ്ങളെ നീക്കം ചെയ്യണത് എന്തിനാണ്? അത് ഭഗവാന്റെ കരുണയാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ്. അതായത് നമ്മളെ ഉയർത്താനുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഭഗവാൻ നടത്തുന്നത്. അതിന്റെ ഫസ്റ്റ് EMI ആണെന്ന് കരുതിയാൽ മതി നമ്മൾ. അതായത് നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിന് തടസ്സമായിരിക്കുന്ന എല്ലാറ്റിനെയും ഭഗവാൻ നീക്കം ചെയ്യും. അതുകൊണ്ടാണ് ഏതിനോടാണോ നമ്മൾക്ക് ഏറ്റവും അധികം നമ്മൾ ഇഷ്ടം വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിച്ചിട്ട് പോവുക. അത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നന്നാണ്. അപ്പൊ നമുക്ക് എല്ലാറ്റിന്റെ മുകളിലുള്ള ഒരു അധികമായ ഒരു ഇഷ്ടമോ അധികമായ ദേഷ്യമോ നമുക്കത് നീക്കാൻ പറ്റുമായിരിക്കും. അതായിരിക്കും നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുക. അതുകൊണ്ട് തന്നെയാണ് അത്. ആൻഡ് നമ്മൾ ആ പാഠത്തു നിന്ന് അത് പഠിച്ചില്ലെങ്കിൽ അത് പാഠം പിന്നെയും റിപ്പീറ്റ് ആവും. അപ്പൊ നമ്മൾ പഠിക്കുന്നതാണ് നല്ലത്. സോ നമ്മൾക്ക് വിഷമങ്ങൾ വരുന്നത് ഭഗവാൻ നമ്മളെ ഉയർത്താനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഭഗവാൻ ആ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമ്മൾ അതിൽ തോറ്റു പോകരുത്, ഭഗവാനെയും തോൽപ്പിക്കരുത് നമ്മൾ അല്ലെ. സോ നമ്മളൊരു ക്രൈസിസ് കഴിഞ്ഞിട്ട് വരുമ്പോ നമ്മൾക്ക് അതിന്ന്, എനിക്ക് ഇന്ന് മലയാളം വാക്കുകളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ക്രൈസിസ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിന് ബിറ്റർ ആയിട്ട് വരാം, നമുക്ക് ദേഷ്യത്തോടു കൂടെ വരാം, നമ്മൾക്ക് എല്ലാവരോടും ഒരു ഘൃണയായിട്ട് കൂടെ വരാം. പക്ഷേ വേറൊരു വഴി എന്താണ്? നമുക്ക് വി ക്യാൻ കം ഔട്ട് ഓഫ് ഇറ്റ് ഭയങ്കര കൈൻഡർ ആയിട്ട്, കമ്പാഷനേറ്റ് ആയിട്ട്, സ്ട്രോങ്ങർ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അടുത്ത പടിയിലേക്ക് നമ്മൾ റെഡി ആവുക. അതാണ് ഭഗവാന്റെ പേർപ്പസും അപ്പോഴാണ് ജയിക്കുന്നത് അല്ലെ. നമ്മള് ഫുൾ ബിറ്റർ ആയിട്ട് ദേഷ്യത്തോടു കൂടെ പുറത്തു വരികയാണെങ്കിൽ ഭഗവാൻ വിചാരിച്ചത് നടന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രസാദം എന്ന് പറയുന്നത് എപ്പോഴും മധുരമാവണം എന്നില്ല. നമ്മളുടെ തിക്ത അനുഭവങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളും പ്രസാദമാണ്. നമ്മൾ അതും കഴിച്ച് ശീലിക്കണം. നമ്മൾ അതിനെ പ്രസാദമായിട്ട് വാങ്ങാൻ നമുക്ക് ആൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇൻട്രോസ്പെക്ഷൻ നടത്തുക, കുറച്ച് തിരിഞ്ഞു നോക്കുക നമ്മളുടെ ജീവിതം, നമ്മൾ വന്ന വഴിയൊക്കെ. അപ്പൊ ഒരു കാര്യം മനസ്സിലാവും, നമ്മൾ ഏറ്റവും അധികം വിഷമിച്ച സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും അധികം പഠിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഏറ്റവും അധികം ലേണിങ്ങും അപ്പോഴാണ് ഉണ്ടാവുക. തിരിച്ചു നോക്കി നമ്മൾ അത്ര വിഷമിച്ചോരോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ ഏതോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയുള്ള പടികളായിരുന്നു. അപ്പൊ എപ്പോഴും നമ്മുടെ കൈ പിടിച്ചോണ്ട് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഇൻട്രോസ്പെക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാവാൻ തുടങ്ങും. സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നിയത് അത് വായിച്ചപ്പോ. അപ്പോ ഈ ഈ 3 അടികൾ അല്ലെ, ഈ ഓക്കെ, ബലിയോട് ഭഗവാൻ എന്തുകൊണ്ടാണ് യാചിച്ചത്? നമുക്ക് അതിലേക്ക് തുടക്കാം. ഫസ്റ്റ് എന്തുകൊണ്ടാണ് യാചിച്ചത്? എന്തുകൊണ്ടാണ് ഒരു യുദ്ധത്തിന് പോയിട്ട് എളുപ്പത്തിൽ തോൽപ്പിക്കായിരുന്നു അല്ലെ, എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അപ്പൊ ബലി എന്ന് പറയുന്നത് സാമാന്യക്കാരന് കുറച്ച് വലിയ ആൾ തന്നെയാണ്. നമ്മളുടെ ഓണത്തിന് കാണിക്കണ ആ ചിത്രം കൊണ്ടൊന്നും നമ്മൾ വിചാരിക്കാനേ പാടില്ല. ബലി ഇങ്ങനെ ഒരു കുമ്പയം വെച്ചിട്ട്
വാമനൻ ഒരു കോമാളിയെ മാതിരി അങ്ങനെ അല്ല. അല്ലെ? ബലി എന്ന് പറയുന്നത് ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം 1000 അശ്വമേധങ്ങൾ ചെയ്യാൻ റെഡി ആയിരിക്കണ ഒരു ചക്രവർത്തിയായിരുന്നു, ഈ ലോകം മുഴുവൻ ഭരിക്കണം. അപ്പൊ അദ്ദേഹം വിഷ്ണു ഭക്തനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു. അദ്ദേഹത്തിനെ അദ്ദേഹത്തിനോട് ഹിംസ ചെയ്യാൻ ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ദാനധർമ്മശീലനായിരുന്നു. അപ്പൊ ഇത്രയും നല്ലൊരു ബലി മഹാരാജാവിനോട് ഭഗവാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ബലിക്ക് ഉള്ളത് ഒരു ദർപ്പം, ഗർവ്, അതങ്ങോട്ട് കുറയ്ക്കാൻ മാത്രമേ അദ്ദേഹത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഹിംസയല്ല വേണ്ടത്, അദ്ദേഹത്തിനെ ഉയർത്താൻ ആദ്യത്തെ പടിയായിട്ട് അദ്ദേഹത്തിനോട് യാചനയായിട്ട് പോവാനാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടത്. ഉം അപ്പോ വാമനൻ ഈ 3 അടികൾ കൊണ്ടിട്ട് എന്താ ചെയ്തത്? വാമനൻ ഒരടി കൊണ്ട് ഭൂമിയെ അളന്നു, ഒരു അടി കൊണ്ട് ആകാശം അളന്നു, പിന്നെ 3-മത്തെ അടി കൊണ്ട് വലിയ ചവിട്ടി താഴെ പാതാളത്തിലാക്കി. ഇതാണ് യൂഷ്വൽ കഥ, നമ്മുടെ നാട്ടിലത്തെ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പറയണത്. പക്ഷെ അതിന്റെ അർത്ഥം ഒന്ന് നോക്കൂ കേട്ടോ. ഒന്നിനും നമ്മുടെ പുരാണങ്ങളിൽ ഒന്നും എന്താ പറയാ, നമ്മൾ ആ ഫിസിക്കൽ സെൻസിൽ എടുക്കാൻ പാടില്ല. മേ ബി ഫിസിക്കൽ സെൻസിൽ എടുത്താലും അത് ഭംഗിയാണ്. പക്ഷെ അതിന്റെ അന്തരാർത്ഥം നോക്കുകയാണെങ്കിൽ, ഈ ആദ്യത്തെ അടി ഭഗവാൻ വാമനൻ കാല് വെച്ചപ്പോ ഭൂമിയെ അളന്നില്ലേ, അതിന്റെ അർത്ഥം ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിനെയാണ് റെപ്രസെന്റ് ചെയ്യണത്. അതിനെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബോഡി ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് അദ്ദേഹം ഈ ഭൗതികമായ വിഷയങ്ങൾ മഹാബലി എന്ന് പറിച്ചു വാങ്ങി. പിന്നെ ആകാശത്തിലേക്ക് 2-മത്തെ അടി എടുത്തു വെച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ആകാശം ഓൾവേസ് റെപ്രസെന്റ്സ് ദ മൈൻഡ്, സൂക്ഷ്മമായ ആന്തരിക ലോകം, ചിന്ത, അറിവ്, മനസ്സ്, ജ്ഞാനം, ബുദ്ധി, ചിത്തം, ഇതൊക്കെയാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം 2-മത്തെ അടി വെച്ചപ്പം ഇതൊക്കെ ബലി സമർപ്പിച്ചു ഭഗവാന്, അല്ലെ? അപ്പോ ശരീരവും പോയി, മനസ്സും പോയി കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ഉള്ളത്? ഇപ്പൊ ഫിസിക്കൽ സെൻസിൽ നോക്കിയാൽ ഭൂമിയും പോയി, ആകാശവും പോയി. ഇനിയിപ്പോ എന്താ ബാക്കിയുള്ളത്? അപ്പോ 3-മത് ബലി കൊടുക്കുന്നത് തന്റെ ശിരസ്സാണ്. അപ്പോൾ ശിരസിൽ പാദം വെക്കുക എന്ന് പറഞ്ഞാണ് ബലി തന്റെ ഈഗോനെയാണ് സമർപ്പിക്കുന്നത്. ആത്മസമർപ്പണം, ആത്മനിവേദനമാണ് അവിടെ നടക്കുന്നത്. ബലിയുടെ അഹങ്കാരത്തെയും ഭഗവാൻ എടുക്കുകയാണ്. ആ അഹങ്കാരമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ബ്ലോക്ക്. ഭഗവാൻ അതിനെയും മാറ്റുകയാണ്. അപ്പൊ ഇപ്പൊ പറയൂ, ഇപ്പൊ ബലിയുടെ കാലിൽ വെച്ചപ്പോ, ബലിയുടെ തലയിൽ കാല് വെച്ചപ്പോ ഭഗവാൻ പണിഷ് ചെയ്യല്ല, ശിക്ഷിക്കുകയല്ല ചെയ്തത്, ഉയർത്തുകയാണ് ചെയ്തത്. അപ്പൊ ഈ 3 നമുക്ക് മെറ്റീരിയലിസ്റ്റിക്, മൈൻഡ് റിലേറ്റഡ്, പിന്നെ ഈഗോ, അങ്ങനെ എടുക്കാം. അപ്പം ഈ ഈഗോയും കൂടെ കഴിഞ്ഞപ്പം ബലി ഗുണാതീതനായി, അല്ലെ? തമസ്, സത്വം, രജസ്. തമസ് അദ്ദേഹം ആദ്യമേ ജയിച്ചിരിക്കുന്നു. സത്വഗുണം അദ്ദേഹത്തിന് കൂടുതൽ അദ്ദേഹം സമ്പാദിച്ചത് അദ്ദേഹത്തിന്റെ ധാർമ്മിഷ്ടമായ ജീവിതത്തിലൂടെ. പിന്നെ ബാക്കിയുണ്ടത് രജോ ഗുണമായിരുന്നു, രാജാവല്ലേ? ആ രജോ ഗുണവും ഭഗവാനും കൂടെ എടുത്തു. അപ്പൊ ഗുണാതീതനായി മാറുക ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഈഗോ, ഇതിനെ 3 എടുത്തു കഴിഞ്ഞപ്പോൾ അതാണ് ഭഗവാൻ ബലിയെ അവസാനം ഉദ്ധരിച്ച് സുതലത്തിലേക്ക് അയക്കണത്. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്, സുതലത്തിലേക്ക് അയക്കാന്ന് പറഞ്ഞ, സുതലം എന്ന് പറയുന്നത് സ്വർഗത്തിനേക്കാളും ഭംഗിയുള്ള ഒരു സ്ഥലാത്രേ. ഞാൻ ഭാഗവതത്തിൽ വരുന്നുണ്ട് എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. എനിക്കത് എവിടെയാന്ന് അറിയില്ല, തിരുമേനിക്ക് അറിയായിരിക്കും, എനിക്കറിയില്ല. അപ്പോ അത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ സൂര്യചന്ദ്രന്മാരില്ല, ചൂടില്ല. അവിടുത്തെ ലൈറ്റ് എങ്ങനെയാ വരുന്ന വെച്ചാൽ നാഗത്തിന്റെ മാണിക്യത്തിൽ നിന്നുള്ള പ്രഭയത്രേ സുതലത്തിനെ ബ്രൈറ്റ് ആക്കണത്. അങ്ങനെയൊക്കെ അവര് പറയുന്നുണ്ട്. അവിടെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്, ഭയങ്കര സ്പിരിച്വൽ പ്ലേസ് ആണ്. അവിടെ ഭഗവാനാണ് മഹാബലിയുടെ ദ്വാരപാലകനായി നിൽക്കുന്നത്. മഹാബലിയെ എന്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദ്വാരപാലകനായിട്ട് ഭഗവാൻ തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ടാണ് രാമായണത്തിൽ വരിക, രാവണനെ തോൽപ്പിക്കാൻ ഭഗവാൻ അവിടെ നിന്നിട്ട് പെരുവിരൽ കൊണ്ടുവന്ന് ഇളക്കിയത്രേ. അപ്പം അദ്ദേഹം സമുദ്രത്തിൽ പോയി വീഴുക ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ മഹാബലിയെ ഉദ്ധരിച്ച് അദ്ദേഹത്തിന് സാമീപ്യ മുക്തി നൽകുക ചെയ്തത്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ നമ്മള് എനിക്ക് ഇന്ന് കൂടുതലായി മനസ്സിലായത്, ഈ 2 അടി കൊണ്ട് നമ്മൾ ശരീരവും മനസ്സും, 3-മത്തെ അടി കൊണ്ട് പൂർണ്ണ സമർപ്പണവും നടത്തി നമ്മുടെ ഈഗോനെയും, മമ, അഹം, ഇത് രണ്ടും നമ്മൾ ഭഗവാനടിയിൽ സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് എത്തുക. നമ്മൾ അപ്പോഴാണ് പ്രോഗ്രസ് ചെയ്യുക നമ്മുടെ എന്താ പറയാ സ്പിരിച്വാലിറ്റിയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ വാമനാവതാരത്തിന്റെ ഉദ്ദേശവും. അപ്പൊ ഈ സമയത്ത് ശുക്രാചാര്യം പറയണ്ടല്ലോ, ഇങ്ങനെ അത് ചെയ്യാൻ പാടില്ല, എന്താ വെച്ചാൽ ഇത് വിഷ്ണു വന്നിരിക്കുകയാണ്, നിന്റെ എല്ലാ ഐശ്വര്യങ്ങളും അദ്ദേഹം എടുത്തിട്ട് പോവും. ഇത് വിഷ്ണുവിന് നീ ആകാശവും ഭൂമിയും സമർപ്പിച്ച പിന്നെ വേറെ എന്താ നീ സമർപ്പിക്കുക 3-മത്തെ അടിയായിട്ട്? നിന്റെ തലയാണോ?
ഇങ്ങനെയൊക്കെ ശുക്രാചാര്യർ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ശുക്രാചാര്യൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യണ? പ്രായോഗിക ബുദ്ധി, ലോജിക്കൽ മൈൻഡ്, മനസ്സ്, അപരാജ്ഞാനം, ഇതൊക്കെയാണ് ശുക്രാചാര്യൻ റെപ്രസെന്റ് ചെയ്യണത്. ആൻഡ് ഇതില് ബലി അതിനെ മറികടക്കുകയാണ്, അല്ലെ? ബലി, അപ്പൊ ശുക്രാചാര്യൻ റെപ്രസെന്റ്സ് ദ ഹെഡ്, ആൻഡ് ബലി എന്താ? ബലി ഇതിനൊക്കെ ഓവർകം ചെയ്തിട്ട് ബലി റെപ്രസെന്റ്സ് ഹൃദയം, ആത്മാവ്, ശുദ്ധവിദ്യ, പരാജ്ഞാനം, ഇതൊക്കെയാണ് ബലി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു, ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, തിരുമേനി തെറ്റാണെങ്കിൽ പറയണം കേട്ടോളൂ. അതായത് ചെറുപ്പം തൊട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് തൊട്ടിട്ട് ഇപ്പൊ വലുതായി ഇത്രയും വയസ്സായി ജോലി ചെയ്യേണ്ട കുറെ പണി നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലെ? രാവിലെ 5 മണി തൊട്ടിട്ട് രാത്രി 11 മണിയായിരിക്കും നമ്മൾ പണിയെടുക്കുമ്പോൾ മുഴുവനും നമ്മൾ ഈ കാര്യം എങ്ങനെ നന്നായി ചെയ്യാൻ പറ്റുക, ഇതിന്റെ കോൺസിക്വൻസസ് എന്താണ്, ഇങ്ങനെ ചെയ്താൽ എന്താവും, ഇങ്ങനെ ചെയ്താൽ എന്താവും, അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ലോജിക്കാണ് അപ്ലൈ ചെയ്യണത്. അപ്പൊ നമ്മൾ വി ആർ ട്രെയിൻഡ് ടു യൂസ് അവർ മൈൻഡ് ആൻഡ് ബുദ്ധി ഉപയോഗിക്കുക. നമ്മൾ ചീത്ത പറയണതല്ലേ, ബുദ്ധി ഉപയോഗിച്ചുകൂടെ എന്നല്ലേ ചോദിക്കുക, ബോധമില്ലേ, ബുദ്ധി ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുക. അപ്പൊ നമ്മൾ എവിടെയോ നമ്മളുടെ ഹൃദയം കൊണ്ട് നമ്മൾ ഹൃദയത്തിനെ ഉപയോഗിക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അധികം. എന്റെ പ്രശ്നം അതാണ് തിരുമേനി, ഞാൻ എപ്പോഴും തല കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഐ എം എ വെരി ഹെഡ് പേഴ്സൺ. എപ്പോഴാണോ അത് ഹാർട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക, അപ്പോഴാണ് ഭഗവാൻ അകത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ഭഗവാനെ തെളിഞ്ഞു കാണാൻ തുടങ്ങുക. അപ്പൊ എനിക്ക് തോന്നുന്നു ശുക്രാചാര്യൻ നമ്മളുടെ മനസ്സിനെയും ബുദ്ധിനെയും റെപ്രസെന്റ് ചെയ്യുമ്പം ബലി നമ്മുടെ ഹൃദയത്തിനെയും ആത്മാവിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ കഥയില് ബലിയാണ് ജയിക്കണത്, അല്ലെ? ബലിയുടെ തല ചവിട്ടി താഴത്തെ ആക്കി എന്നുള്ളതാണ് കഥ വെച്ചാലും അതിൽ ബലിയാണ് ഉദ്ധരിക്കപ്പെടുന്നത്. അപ്പോ ഇറ്റ് ഈസ് ദ ഓവർടേക്കിംഗ് ഓഫ് ദ ഹാർട്ട് ഓവർ ദ ഹെഡ് എന്നാണ് എനിക്ക് തോന്നിയത്. അതെനിക്ക് ജസ്റ്റ് ഇപ്പൊ തോന്നിയൊരു കാര്യമാണ്. പിന്നെയോ ദാനത്തുനിന്ന് വൈരാഗ്യത്തിലേക്ക് കടന്നു, അല്ലെ? ദാനം ആയിരുന്നു ബലിയുടെ ഏറ്റവും വലിയ മഹത്വം. ദാനം എന്ന് പറയുന്നത് കൊടുക്കാൻ ഒരാളും ഉണ്ടാവും, വാങ്ങാൻ ഒരാളും ഉണ്ടാവും. കൊടുക്കണ ആൾക്ക് എന്തായാലും ഈഗോ വരും, ഇത് ഞാനാണ് കൊടുക്കണം എന്നുള്ള ഫീലിംഗ് വന്നാ പോയില്ലേ. അപ്പൊ ഈ ദാനത്തു നിന്നാണ് ബലി തുടങ്ങണത്. ദാനം അഹങ്കാരം ഉണ്ടാക്കും, അതിൽ ഞാൻ അങ്ങനെ മുന്നിട്ട് നിൽക്കും. അപ്പൊ ദാനത്തുനിന്ന് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും എന്റെ അല്ലല്ലോ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഞാൻ കൊടുക്കണതൊന്നും എന്റെ അല്ല, അത് ഭഗവാന്റെ, ഞാൻ വഴി ഇടയ്ക്ക് പോണോന്നേ ഉള്ളൂ എന്ന് വിചാരിക്കാം. സോ അഹങ്കാര അഹങ്കാരത്തുനിന്ന് അദ്ദേഹം വൈരാഗ്യത്തിലേക്ക് നീങ്ങിയതാണ്. പിന്നെ എനിക്ക് തോന്നി ഭഗവാന്റെ ഓരോ അവതാരവും നമ്മളെ പഠിപ്പിക്കാനല്ലേ. അപ്പൊ അർജുനനെ ഉപദേശിച്ചത് ഗീതയില്, അർജുനൻ എന്തായിരുന്നു? വികാരത്തിന് അധീനപ്പെട്ടവനായിരുന്നു. ബലിയാണെങ്കിൽ അഹങ്കാരത്തിന് അധീനൻ, ഈഗോന് അധീനൻ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഉടനെ അത് നെഗറ്റീവ് സെൻസ് ആയിട്ടല്ല പറയുക, അതൊരു പ്രൈഡാണ് അഹങ്കാരം എന്ന് പറയുമ്പോൾ, അല്ലെ? ദുരഹങ്കാരമല്ല എന്തായാലും. അർജുനന് യുദ്ധം ചെയ്യാൻ വിമുഖത ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ബലിക്കാണെങ്കിൽ കീർത്തിയോട് അമിത പ്രിയമായിരുന്നു. അപ്പം ഭഗവാന് അർജുനനോടുള്ള ഗോൾ എന്തായിരുന്നു? അദ്ദേഹം ധർമ്മം നിർവഹിക്കണം, അതായത് കർമ്മം ചെയ്യണം, അല്ലെ? ആക്ഷൻ വേണം. നേരെ മറിച്ച് ബലിയുടെ അടുത്ത് ഭഗവാന്റെ ഗോൾ എന്താണ്? അദ്ദേഹം ആക്ഷൻ ചെയ്ത് അഹങ്കാരം കുറെ കൂടിയിട്ടുണ്ട്, കുറെ സമ്പാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടത് വിനയമാണ്, അദ്ദേഹത്തിന് വേണ്ടത് അടക്കമാണ്. അപ്പോ ഒരാൾക്ക് ടീച്ചിങ് ഇസ് ആക്ഷൻ, വേറൊരാൾക്ക് അടക്കം. ഇതിന് രണ്ടിനും ഒരേ മരുന്നാണ് കൊടുക്കുന്നത്, സറണ്ടർ ആണ്, അല്ലെ? അർജുനോട് പറയണത് നീ അല്ല യുദ്ധം ചെയ്യണത്, ഇതൊക്കെ തീർന്ന കാര്യങ്ങളാണ്, ഞാൻ ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞു, നീ നിന്റെ കർമ്മം ചെയ്താൽ മതി എന്ന്. പക്ഷെ ചെയ്യാൻ പറയണു. ബലിനെ അടക്കുകയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ദർപ്പത്തിനെ അടക്കി വിനയാന്വിതനാക്കി അദ്ദേഹത്തിനെ സുതലത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ വാമനാവതാരത്തിൽ നിന്ന്. പിന്നെ ശുക്രാചാര്യർ പിന്നെ എന്താ പറ്റുന്നത്? ശുക്രാചാര്യർ എനിക്ക് തോന്നുന്നു ഭഗവാൻ ഋഷികളൊക്കെ വന്ന് പറയണു ഈ യാഗം അങ്ങോട്ട് തീർക്കണം എന്ന് പറയുമ്പോൾ ശുക്രാചാര്യ യാഗമൊക്കെ തീർക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഥ ഒന്ന് വായിച്ചത്, പിന്നെ ശരിയാണോന്ന് അറിയില്ല. ഈ ജലപാത്രം എടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ പോണ സമയത്ത് ശുക്രാചാര്യൻ എന്ത് പറഞ്ഞിട്ടും ബലി കേൾക്കണില്ല. അപ്പോ ശുക്രാചാര്യൻ അവസാനത്തെ അടവായിട്ട് ആ ജലപാത്രത്തെ അടയ്ക്കണ മാതിരി അതിന്റെ നോസിൽ വന്നിട്ട് ഒരു പാറ്റയായിട്ടിരുന്നു അത്ര. അപ്പൊ വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ. പണ്ട് കാലത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വേണം സത്യം ചെയ്യാൻ, അപ്പൊ വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ദർഭപ്പുല്ല് കൊണ്ടിട്ട് ആ പാറ്റയെ എടുത്ത് മാറ്റി ഇത്ര. അപ്പൊ അങ്ങനെ മാറ്റുന്ന സമയത്ത് ആ പാറ്റയുടെ ഒരു കണ്ണ് പൊട്ടി. അതുകൊണ്ട് അത്ര ശുക്രാചാര്യൻ അതിനുശേഷം ഒരു കണ്ണേ കാണുള്ളൂ. ശുക്രാചാര്യൻ അന്ധനായി മാറി, ഒരു കണ്ണേ കാണുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ട് ഏകാക്ഷൻ എന്നൊരു പേരും കൂടെ വന്നു.
എന്നിട്ട് അസുര ഗുരുവായിട്ട് അദ്ദേഹം തുടരുകയാണ്. അവസാനം അദ്ദേഹത്തെ ഒരു നവഗ്രഹമായിട്ട് ഒന്നായിട്ട് അദ്ദേഹവും ഉയർത്തപ്പെട്ടു. അദ്ദേഹമാണ് വീനസ് എന്ന് പറയുന്ന ഗ്രഹം, ശുക്രൻ. സോ ഇങ്ങനെ വാമനാവതാരത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് തിരുമേനി. എല്ലാരും ഇതിപ്പോ ഇതിനേക്കാളും കുറച്ചും കൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തിരുമേനി പറയണേ. സോ ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് വാമനാവതാരത്തിൽ നിന്ന്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എന്തായാലും വളരെയധികം മായാജിയുടെ പ്രഭാഷണം നമ്മൾ എന്നാൽ ഇനി ഇതിനകത്തൊന്നും പറയാനില്ലെന്ന് വിചാരിച്ചാൽ എന്നാൽ ഇങ്ങനൊരു അധ്യായം ഗുരുവായൂരപ്പൻ കൊടുത്തത് അതും ഒരു രക്ഷയില്ല. അതിൽ നിന്നും കണ്ടെത്തി ഒത്തിരി കാര്യങ്ങൾ. അതായത് വളരെയധികം ഏറ്റവും അതിനകത്ത് എടുത്തു പറയാനുള്ളത് ആ ദംഭവും മമ എന്താ എൻ്റെ മമതയും അതുപോലെ ഞാനെന്നുള്ളൊരു ഭാവം, ഇത് രണ്ടും ആദ്യം എൻ്റെ കളയാൻ പറ്റും. അഹം മമ, അതെ അതെ അതെ. ആദ്യം എൻ്റെ കളയാൻ പറ്റും, ഞാൻ കളയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ അല്ലേ? കേൾക്കുന്നില്ല? ആ, അത് ഏറ്റവും ഉദാത്തമായിട്ടുള്ളത്. പിന്നെ ദാനം ചെയ്യുന്ന സമയത്തുള്ള ആ പാറ്റയുടെ സംഗതി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ എന്നോട് പറഞ്ഞു ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത വേറെ ഒന്നുണ്ടെങ്കിൽ 37ാമത്തെ ശ്ലോകം, ധർമായ യശസേർധായ കാമായ സ്വജനായ ച പഞ്ചധാ വിഭജൻ വിത്തം ഇഹാമുത്ര ച മോദത്തെ. അതാണ് പിടിക്കാൻ കാരണം. ശുക്രാചാര്യർ ഇവൻ വിചാരിക്കുന്ന എല്ലാം ഇവന്റെ സ്വത്താണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെയുള്ള സ്വത്ത് 5ആയിട്ട് വിഭജിക്കണം എന്ന് പറയും. ധർമ്മത്തിന് വേണ്ടിയിട്ടും യശസ്സിന് അത് തന്നെ ആത്മീയ സത്കീർത്തി, സമൃദ്ധി, ഭൗതിക സുഖം, കുടുംബ സംരക്ഷണം. 5-1 കൊടുക്കാൻ പാടില്ല, എല്ലാം കൂടെ കൊടുക്കാൻ പാടില്ല. പിന്നെ അർത്ഥം എന്നുള്ള പുരുഷാർത്ഥത്തിന്റെ താല്പര്യം ഇവിടെ പറഞ്ഞു, ഭംഗിയായിട്ട് പറഞ്ഞു. നമ്മള് ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ളത് 4 പുരുഷാർത്ഥങ്ങളാണ്. ഇത് 4ഉം ഈ ഗുരുവായൂരപ്പനിലേക്ക് എത്താനുള്ള വഴിയാണ്. ഗുരുവായൂരപ്പനെ പറഞ്ഞാൽ സാക്ഷാത്കാരം, മോക്ഷം, എന്തെങ്കിലും വട്ടവർ മേ ബി. അപ്പൊ അതിലെ അർത്ഥം കൊണ്ട് ജയിക്കുന്നത് നേരത്തെ മായാജി സൂചിപ്പിച്ച പോലെ നമ്മളുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള അർത്ഥമാണ് നമുക്ക് അഹങ്കാരമായിട്ടിരിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? അത് ലോകത്തിന്റെ പണം എൻ്റെ കയ്യിലേക്ക് സൂക്ഷിക്കാൻ ഭഗവാൻ തന്നു എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്തിനും പിന്നെ ഉപയോഗിക്കാം, സന്തോഷമായിട്ട് കൊടുക്കാൻ പറ്റും. അതെ, അത് വളരെ ശരിയാ. അതൊരു ഭയങ്കര ഫാക്ട് ആണ് തിരുമേനി. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് എനിക്ക് ജീവിക്കാൻ കുറച്ച് കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്കായിട്ട് തന്നതല്ല, അത് എനിക്ക് പൂട്ടി വെക്കാൻ തന്നതല്ല, അത് വേറെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഭഗവാൻ എന്നെ ഒരു ചാനലാക്കി ഉപയോഗിക്കുകയാണ്, ഏൽപ്പിച്ചതാണെന്ന് വേണേൽ പറയാം. അത് തന്നെ അതിലൂടെ നമുക്ക് അർത്ഥത്തിൽ നിന്നും ഈ പുരുഷാർത്ഥത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതെ, എക്കണോമിക്സിൽ ഒരു തിയറി ഉണ്ട്, മണി ഈസ് ലൈക്ക് വാട്ടർ എന്ന്. സ്റ്റാഗ്നന്റ് ആവാൻ പാടില്ല, മണി ഷുഡ് ഫ്ലോ എന്ന് പറയും. അതന്നെയാണിത്. അപ്പം അതങ്ങനെ ആ ഒരു ഇത് എന്തായാലും വളരെയധികം സന്തോഷം. ഇങ്ങനെ ഇതിൽ നിന്നും കണ്ടെത്തലുകൾ നേരത്തെ വിമലാജി ഒരു മെസ്സേജ് ഇട്ടു, ഇതാണ് ആത്മീയമായിട്ടുള്ള പ്രഭാഷണം, ഇതാണ് വേണ്ടത്. നമുക്ക് ഭാഗവതത്തിൽ നിന്ന് കണ്ടെത്തേണ്ടത് ഇതിൽ നിന്ന് ഇങ്ങനെ ഈ 3 അടി എന്താണെന്നും ഒക്കെ നമുക്ക് കണ്ടെത്താൻ പല 3 നമുക്ക് എടുക്കാമല്ലോ. എത്രയോ 3 ഉണ്ട്, അതൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ ആ എടുക്കുന്ന ആശയത്തിന്റെ ലക്ഷ്യം ഒന്നിലേക്കായിരിക്കണം എന്ന് മാത്രം ഇവിടെ. എന്തായാലും ഇനിയും ധാരാളം അറിവുകൾ നമുക്ക് പകർന്നു തരാൻ വേണ്ടിയിട്ടൊക്കെ മായാജിക്ക് സാധിക്കട്ടെ. ധാരാളം സത്സംഗങ്ങളും അറിവ് നേടാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ആയുരാരോഗ്യം, ആയുസ് ഓളം ആരോഗ്യം ഉണ്ടാവട്ടെ, എല്ലാ സാഹചര്യങ്ങളും നന്നായിട്ട് വരട്ടെ എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.